അയാളുടെ ആദ്യത്തെ രചനയിൽ തന്നെ അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച ഒരു ദർശനം, സാഹിത്യത്തോടുള്ളൊരു സമീപനം ഒക്കെ ആ ആദ്യത്തെ കൃതിയിൽ തന്നെ ഒരുപക്ഷെ ദുർബലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ടാവും. രണ്ടെഴുത്തുകാരാണ് അവിടെ പണിയെടുക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, എഴുതിയ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനും വായനക്കാരനായ ഗ്രന്ഥകാരനും. രണ്ട് തരത്തിലുള്ള എഴുത്തോ രണ്ട് തരത്തിലുള്ള വായനയോ രണ്ട് പ്രവർത്തികളിലൂടെ രണ്ട് വ്യത്യസ്തരായ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നതാണ് ഈ എഴുത്തും വായനയും. അതുകൊണ്ട് ഞാനൊരു വായനക്കാരനായിരിക്കാനാണ് വാസ്തവത്തിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ വായനക്കാരനില്ലെങ്കിൽ എഴുത്തുകാരനെന്ന് ഞാനില്ല. നമ്മളെല്ലാവരും എഴുതുന്നുണ്ട്. നമ്മുടെ എഴുത്ത് നമ്മുടെ മനസ്സിൽ ഏത് വിഷയവും നമ്മൾ ഫീൽ ചെയ്ത ഏത് വിഷയവും നമ്മൾ നമ്മുടെ മനസ്സിൽ നിരന്തരം പറയുന്നുണ്ട് എല്ലാ വ്യക്തികളും. ആ പറച്ചിൽ എഴുതി വെച്ചാൽ സാഹിത്യമായി. പലരും അതിന് മെനക്കെടുന്നില്ലെന്നേ ഉള്ളൂ. ഈ പുസ്തകങ്ങളെ തേടുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ പരിചയപ്പെടും. ഈ വിഷയങ്ങളുടെ വൈവിധ്യത്തെ പരിചയപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ എഴുത്തിന് വൈവിധ്യം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരസ്പര പൂരകമായ എഴുത്തും വായനയും എന്നതൊരു ദീർഘമായി സംസാരിക്കാനുള്ള വിഷയമാണ്. അതിനുള്ള അറിവും പാണ്ഡിത്യവും ഒന്നും എനിക്കില്ല എന്നുള്ളതൊരു സത്യമാണെങ്കിലും ചെറിയ ചില പരിശ്രമങ്ങൾ ഇതുവരെയായി സാഹിത്യത്തിൽ നടത്തിയിട്ടുള്ളതിൻ്റെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ, സ്വജീവിതത്തിൽ നിന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് ധാരാളം പുസ്തകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടോ അനുഭവങ്ങളെ ഉദാഹരിച്ചുകൊണ്ടോ നടത്തുന്ന ഒരു പ്രഭാഷണമല്ല. ഒരു സാധാരണ വർത്തമാനമായി ഏതാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നൊരു, വേണമെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു ആമുഖമായി ഇതിനെ കണ്ടാൽ മതിയെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. പരസ്പര പൂരകമായ എഴുത്തും വായനയും എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവും ഉള്ളടങ്ങിയിട്ടുണ്ട്. വായിക്കാതെ എഴുതാൻ കഴിയില്ല എന്നും എഴുതണമെങ്കിൽ വായിച്ചേ തീരൂ എന്നുള്ളതുമാണ് അതിൻ്റെ ഉത്തരം. എനിക്ക് തോന്നുന്നത് അത് സാധാരണ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഇതിലേക്ക് വരുന്ന ഏതൊരാൾക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ്. നമ്മൾ ആദ്യം ശീലിക്കുന്നത് തന്നെ വായിക്കാനും എഴുതാനുമാണ് എന്നുള്ളത് അതിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമേ ശീലിക്കുന്നത് തന്നെ എഴുതാനും വായിക്കാനുമാണ്. അപ്പോൾ ഇതിലേതാണ് ആദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടും ഒരേ സമയം നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം. ഒരു കുട്ടി ചിത്രരൂപത്തിൽ അക്ഷരങ്ങളെ എഴുതാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് ഉച്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാഠം തന്നെയാണ് വാസ്തവത്തിൽ ഏതൊരു എഴുത്തുകാരനും സ്വജീവിതത്തിൽ പ്രയോഗത്തിലാക്കുന്നത്. അങ്ങനെയുള്ള വായന മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ വിഷയങ്ങൾ വളരെ പരിമിതപ്പെട്ടു പോകുന്നത് ആ എഴുത്തുകാരൻ മനസ്സിലാക്കും. അത് ആ എഴുത്തുകാരൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായനക്കാരും മനസ്സിലാക്കും. അവിടെയാണ് ഇത് പരസ്പര പൂരകമായി തീരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വായിക്കാതെ തരമില്ലാതെ ആകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ സാഹിത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പല മട്ടിലാണ് അതിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ചില ആളുകൾ വളരെ ചെറുപ്പത്തിലെ എഴുത്തിലേക്ക് വരുമ്പോൾ മറ്റു ചില ആളുകൾ അവരുടെ ജീവിത സായാഹ്നത്തിലാവും സർഗാത്മക സാഹിത്യ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഒന്നും കാരണങ്ങൾ നമുക്കഴിച്ച് എടുക്കാൻ സാധിക്കില്ല, അതിന് മെനക്കെടേണ്ട ആവശ്യവുമില്ല. പക്ഷേ എപ്പോൾ ഒരാൾ സർഗാത്മക രചനയിലേക്ക് പ്രവേശിച്ചാലും അതിന് സർഗാത്മക രചനയിലേക്കുള്ള പ്രവേശനം എന്ന് തന്നെ പറയണമെന്നില്ല എന്ന് തോന്നുന്നു. അധ്യാപനത്തിലേക്ക് വരുമ്പോഴും അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോഴും മറിച്ചൊരു പത്രപ്രവർത്തകനോ അതല്ല എങ്കിൽ സമൂഹത്തിൻ്റെ പൊതുജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഏതു മേഖലയിൽ പ്രവർത്തിപ്പിക്കുമ്പോഴും ഇത് ബാധകമാണ്. ഈ വായനയും അതോടനുബന്ധിച്ച് വരുന്ന എഴുത്തും. അപ്പോൾ ഒരു സാഹിത്യ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ ഉദാഹരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യകാലത്തെ അവരുടെ വായന തന്നെ ആണ് അവരുടെ പിൽക്കാല സർഗാത്മക ജീവിതത്തെ ബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം.
കുറച്ചും കൂടി അതിനെ തെളിച്ചു പറഞ്ഞാൽ, ഒരു എഴുത്തുകാരൻ നിർവഹിക്കുന്ന ആദ്യത്തെ രചനയിൽ അയാളുടെ ശിഷ്ടകാലം മുഴുവൻ നിർവഹിക്കാൻ പോകുന്ന രചനയുടെ ഊറ്റം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ആ ആദ്യ രചനയിൽ തന്നെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചില സമയത്തൊക്കെ തെറ്റിപ്പോയെന്ന് വരാം. ചില എഴുത്തുകാർ എഴുതി തുടങ്ങിയ ഋതത്തിൽ നിന്നോ വിഷയങ്ങളിൽ നിന്നോ രീതികളിൽ നിന്നോ ഒക്കെ മാറിപ്പോകുന്നത് നമുക്ക് കണ്ടുവെന്ന് വരാം. എങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ആദ്യത്തെ രചനയിൽ തന്നെ അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച ഒരു ദർശനം, സാഹിത്യത്തോടുള്ളൊരു സമീപനം ഒക്കെ ആ ആദ്യത്തെ കൃതിയിൽ തന്നെ ഒരുപക്ഷെ ദുർബലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ സംഭവിക്കുന്ന ഒന്നാണ് വായന എന്നുള്ളത് കൊണ്ട് ഈ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ, അയാളുടെ സർഗ്ഗപ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ കാര്യത്തിൽ എനിക്കിത് മനസ്സിലായിട്ടുള്ള കാര്യം, വളരെ ചെറിയ പ്രായത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വായിച്ച വിദേശ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു വന്ന ബാലസാഹിത്യ കൃതികളുടെ ഭാവനാ ലോകം, വിസ്മയിപ്പിക്കുന്ന അതിൻ്റെ ഉള്ളടക്കം എന്നെ ഇപ്പോഴും പരോക്ഷമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, വളരെ ചെറുപ്പത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ, ആ പ്രായത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ല, ആരെങ്കിലുമൊക്കെ നമുക്ക് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആ പുസ്തകങ്ങൾ നമ്മുടെ പിൽക്കാല ജീവിതത്തെ നിർമ്മിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പിൽക്കാല ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കനുസരിച്ച് വികസിക്കാൻ തുടങ്ങുന്ന ഭാവനയെയും ഈ ഏറ്റവും ആദ്യം വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് തന്നെയാണ് പിന്നീട് സാഹിത്യം സംഭവിക്കുന്നത്. എന്നാൽ അതിലേക്ക് ഈ ജീവിതാനുഭവങ്ങൾ കൂടി കലരുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ളൊരു സമീപനം ഒന്ന് വ്യക്തത പ്രാപിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഓരോ ദർശനത്തിലേക്ക് നമ്മളെത്തും. ഒരു ദർശനത്തിന് അല്ലെങ്കിൽ ഒരു ദർശനം രൂപീകരിക്കുന്നതിന് നമ്മൾ സന്നദ്ധരാകും. ഇത് അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന കാര്യമാണ്. ചില വ്യക്തികൾ താനൊരു ദർശനത്തെ പിന്തുടർന്നാണ് ജീവിക്കുന്നതെന്ന് ജീവിതകാലത്ത് ഒരിക്കലും അറിയാൻ ഇടവരുന്നില്ല, അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ നയിക്കുന്നത് ഒരു ദർശനമാണ്, ഒരാദർശമാണ്, അതിന് വളരെ വ്യക്തമായ ചില സിദ്ധാന്തങ്ങളുടെ പിൻബലമുണ്ട് എന്ന് മനസ്സിലാകും. അങ്ങനെയാണ് അവരവരുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു രൂപം പെടലിന് സഹായിക്കുന്നത് കൂടിയാണ് പുസ്തകങ്ങൾ. അപ്പോൾ അത് സർഗാത്മക സാഹിത്യകാരന്മാരിലേക്ക് വരികയാണെങ്കിൽ ഈ വായിച്ച പുസ്തകങ്ങളുടെ ഉള്ളടക്കവും സ്വജീവിതത്തിലെ അനുഭവങ്ങളുടെ സമ്പത്തുമാണ് അവരെ അവരുടേതായ ഒരു ദർശനം രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടാവാം, സാമൂഹികമായിട്ടാവാം, ഭൗതികമായ മറ്റേത് വിഷയമോ വിഭാഗമോ എടുത്തു നോക്കിയാൽ അതിൽ നിന്നും ആകാം. അത് ലിറ്ററേച്ചറിലേക്ക് പ്രതിഫലിക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ വായനക്കാരുണ്ടായി വരിക. ഇപ്പോൾ ഏത് പുസ്തകവും കയ്യിൽ കിട്ടിയാൽ വായിക്കുന്ന ആളാണ് വായനക്കാരനെന്ന് നമ്മൾ പറയും. ഏത് വിഷയവും എഴുതാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് എഴുത്തുകാരെന്നും നമ്മൾ പൊതുവിൽ പറയും. പക്ഷേ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വായനയ്ക്കൊരു അഭിരുചിയുണ്ട്. എഴുത്തുകാരന് എഴുതുന്ന വിഷയങ്ങളിൽ ഒരു അഭിരുചി ഉള്ളതുപോലെ തന്നെ വായനക്കാരന് താൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിരുചിയും മുൻവിധിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില എഴുത്തുകാരെ അവർ ഒഴിവാക്കുകയും അവരിഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ്റെ തന്നെ പരീക്ഷണ സ്വഭാവമുള്ള ഇതര കൃതികളെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തനിക്കിഷ്ടമുള്ള, തനിക്ക് വേണ്ടുന്ന കൃതികളിലേക്ക് മാത്രം വായനക്കാരൻ ഫോക്കസ് ചെയ്തു പോകും. ഇത് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എഴുത്തുകാരൻ തന്നെ തിരിച്ചറിയും. ഇങ്ങനെ ഒരു പരിണാമം താനും തൻ്റെ വായനക്കാരുമായിട്ടുള്ള ഒരു അജ്ഞാതമായ രഹസ്യമായ ഒരു ഉടമ്പടി ഇതിനിടയിൽ, എഴുത്തിനും വായനയ്ക്കും ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആ തിരിച്ചറിയൽ അഥവാ ജാഗ്രത എഴുത്തുകാരനെ ഒന്നുകൂടി സജീവമാക്കും. അയാൾ എഴുതുന്ന കാര്യങ്ങളിൽ അത് അയാളുടെ വായനക്കാരെ അയാളിലേക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അടുപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു പരസ്പര പൂരകമായ ബന്ധം എഴുത്തുകാരനും വായനക്കാരനും ഇടയിൽ ഉണ്ടായി വരുന്നത് കൊണ്ടാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വ്യാപ്തി കുറച്ചുകൂടി വലുതാക്കിക്കൊണ്ട് ഈ വായിച്ച പുസ്തകങ്ങളിലേക്കോ അതെഴുതിയ എഴുത്തുകാരിലേക്കോ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന തിരിച്ചറിവിൽ, ഈ പരസ്പര പൂരകത്വത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒന്ന്, ഈ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിജ്ഞാനത്തിൻ്റെ മണ്ഡലം വളരെ വലുതാണെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഞാനിവിടെ നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എഴുത്തുകാരെയും ഒപ്പം വായനക്കാരെയുമാണ്.
വളരെ ചെറിയ പ്രായത്തിൽ വായിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ആ വായനയുടെ ചക്രവാളം വികസിക്കുന്നതിനനുസരിച്ച് അവൻ കടന്നു പോകുന്ന പുസ്തകങ്ങളുടെ എണ്ണത്തിലൂടെ നീങ്ങുന്നതിനനുസരിച്ച് ഒരു വായനയുടെ തോത് വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. ഇത് തീർച്ചയായിട്ടും എഴുത്തുകാരന് സംഭവിക്കും. ഒരെഴുത്തുകാരനും അയാൾ എഴുതിയെടുത്ത് തന്നെ നിൽക്കുന്നേയില്ല. അഥവാ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ എഴുത്തുകാരൻ വളർന്നിട്ടുള്ളൊരു എഴുത്തുകാരനല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതുതന്നെയാണ് എഴുത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ കാര്യത്തിലും വരുന്നത്. ഇനി വളരെ ചുരുക്കി ഞാൻ ഈ വിഷയത്തെ പറയാൻ ശ്രമിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചില അതീന്ദ്രിയമായ കാര്യങ്ങൾ, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ഭാവനാമണ്ഡലത്തിനും അറിവിൻ്റെ വലിപ്പത്തിനും പരിധിക്കോ ഒക്കെ അപ്പുറത്തും മറ്റ് ചിലത് കൂടി സംഭവിക്കും. അതിന് എഴുത്തുകാർ പലപ്പോഴും ഇരയാവുകയോ അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് പറയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം, ഈ പരസ്പര പൂരകമായ എഴുത്തും വായനയും എന്നുള്ള വിഷയത്തിൽ തന്നെ വരാവുന്ന ഒരു കാര്യമാണ് ആശാൻ്റെ മരണത്തെക്കുറിച്ച്. കുമാരനാശാൻ തൻ്റെ ആസന്നമായ, ഒരുപക്ഷെ ആസന്നമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നിരിക്കില്ല എങ്കിലും വരാനിരിക്കുന്ന ഒരു മരണത്തെ പ്രവചിക്കുന്നത് പോലെ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടമെന്നുള്ള വരികൾ എഴുതാനിടയായ ഒരു കാര്യം. അവിടെ ഈ എഴുത്തുകാരൻ പലപ്പോഴും താൻ അതുവരെ ജീവിച്ച ജീവിതത്തിലൂടെ, സ്വീകരിച്ച അനുഭവങ്ങളിലൂടെ, വായിച്ച പുസ്തകങ്ങളിലൂടെയെല്ലാം ഒരു പഴയൊരു വാക്കെടുത്തു പറഞ്ഞാൽ, ഒരു ക്ലീശ പ്രയോഗം എടുത്തു പറഞ്ഞാൽ, ഒരു ഋഷിതുല്യമായ മാനസികാവസ്ഥയിലേക്കോ അറിവിൻ്റെ മണ്ഡലത്തിലേക്കോ എത്തിയിട്ടുണ്ടാവാം. അപ്പോഴാണ് അയാൾ പോലും അറിയാതെ ചില പ്രവചനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. അത് തന്നെക്കുറിച്ചാവുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും കവി എഴുതി വെച്ചതുപോലെ തന്നെ സംഭവിച്ചു, അറം പറ്റിപ്പോയി എന്നല്ല. എന്നാൽ അത് വേറൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു തരം പ്രവചനമാണെന്ന് കാണാൻ പറ്റും. അതിപ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള വിപ്ലവങ്ങളെ, ലോകത്തുണ്ടായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടുള്ള എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ അത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു നടുക്കത്തോടു കൂടിയല്ലാതെ സാധാരണക്കാർക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയുകയില്ല. പക്ഷേ ഇത് എവിടെയോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് ഈ കവികളും കലാകാരന്മാരും അല്ലെ സർഗാത്മകതയുള്ള ആളുകൾ ഒന്ന് മാറി നിൽക്കുന്നത്. വളരെ പ്രശസ്തനായ ഒരു ജർമ്മൻ കവി, ജോർജ് ഹെയിം എന്ന് പറയുന്ന ജർമ്മൻ കവിയും നാടകകൃത്തുമായിരുന്ന ആൾ ഈ പറഞ്ഞ മട്ടിലുള്ള ഒരു അപകട സൂചന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ നടത്തുന്നുണ്ട്. 1912 ജോർജ് ഹെയിം മരിക്കുന്നത്. അത് ഹെയിൽ നദിയിലെ മഞ്ഞിൻ പാളികൾക്കിടയിലുള്ള ഒരു വിള്ളലിൽ സ്കേറ്റിംഗ് നടത്തുന്നതിനിടയിൽ വീണ് അപകടപ്പെട്ട് മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ മരണത്തെ 1910 എഴുതിയ ഒരു കൃതിയിൽ ഭാവന ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് ഞാനിവിടെ പറയുന്നതിൻ്റെ ഒരു കാരണം, പലപ്പോഴും ഈ വായിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് ഈ സൂചനകൾ തരും, അല്ലെങ്കിൽ അതായത് മരണത്തെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ സൂചന തരുമെന്നല്ല, വായിക്കുന്ന പുസ്തകങ്ങളുടെ ഉള്ളടക്കം നമുക്കൊരു മുൻകൂർ പ്രവചനത്തിന്, മുന്നോട്ട് നോക്കുന്നതിന്, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഭാവിയിലേക്ക് നോക്കി രചനകൾ നിർവഹിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഇത് എവിടെയാണ് വേർതിരിയുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം പകുതിക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു ഉൾവിളി ഉണ്ടാകുന്നത്, നമ്മുടേതായ ഒരു പ്രമേയം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അടച്ചു വയ്ക്കുകയും തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട പ്രമേയത്തിൻ്റെ പിന്നാലെ എഴുത്തുകാരൻ പോവുകയും ചെയ്യും. ചിലപ്പോൾ അത് മുഴുമിപ്പിക്കാൻ പറ്റും, ചിലപ്പോൾ അതൊരു പക്ഷേ ഈ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ പുറപ്പെട്ടതായതുകൊണ്ട് എങ്ങും എത്താതെ നിന്നുപോയെന്നും വരാം. ആ എഴുത്തുകാരൻ താൻ അടച്ചു വെച്ച പുസ്തകത്തിലേക്ക് മടങ്ങി വന്ന് വായന തുടർന്നുവെന്നും വരാം. പക്ഷേ ഇവിടെ ഈ ഒരേ സമയം നടക്കുന്നത് വായനയും എഴുത്തുമാണ്. രണ്ടെഴുത്തുകാരാണ് അവിടെ പണിയെടുക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, എഴുതിയ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനും വായനക്കാരനായ ഗ്രന്ഥകാരനും. രണ്ട് തരത്തിലുള്ള എഴുത്തോ രണ്ട് തരത്തിലുള്ള വായനയോ രണ്ട് പ്രവർത്തികളിലൂടെ രണ്ട് വ്യത്യസ്തരായ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നതാണ് ഈ എഴുത്തും വായനയും. ഇത് പക്ഷേ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇപ്പം നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഓതർ ആരാണെന്നുള്ളത് ആമുഖം നോക്കി മനസ്സിലാക്കാം. നമുക്ക് പരിചയമുള്ള മലയാളി എഴുത്തുകാരനല്ലെങ്കിൽ നമ്മളത് നോക്കുകയോ ഗൂഗിളിൽ നോക്കുകയോ ഒക്കെ ചെയ്തിട്ട് അറിയും. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനപ്പുറത്ത് ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ച ഒന്നും ഒരു വായനക്കാരനായ എഴുത്തുകാരനോ അറിയുന്നില്ല. പക്ഷെ ഒരു മുറിയിൽ ഒരാളിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ആ എഴുത്തുകാരനായ വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരൻ മാത്രമായ വായനക്കാരൻ ആ ഗ്രന്ഥം എഴുതിയ ആളെ കൂടി തൻ്റെ അടുത്ത് ഇരുത്തിക്കൊണ്ടാണ് ആ പ്രവൃത്തിയിലേക്ക് പോകുന്നത്.
അതിൻ്റെ ഒരു ഊർജ്ജമാണ് ഈ അടച്ചു വെച്ചിട്ട് തനിക്ക് അന്നേരം തോന്നിയ ഒരു പ്രമേയത്തിന് പിന്നാലെ പോകാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, പലപ്പോഴും ഈ പുസ്തകങ്ങൾ നമുക്ക് വഴികാട്ടും. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ദർശനം രൂപീകരിക്കുന്നതിന്, രാഷ്ട്രീയമായ സാമൂഹികമായ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് ചില അടിസ്ഥാന ആദർശങ്ങളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. അത് രൂപപ്പെടുത്തുന്നതിന് പലപ്പോഴും സഹായിക്കുന്നത് ഈ വായനയും ഈ നമുക്ക് പരിചയമില്ലാത്തൊരു എഴുത്തുകാരനും ചേർന്നിട്ടാണ്. ഇപ്പോൾ തോറോയുടെ വാൾഡൻ നമ്മൾ വായിക്കുന്ന സമയത്ത്, പുസ്തകം വായിച്ച് തീരുമ്പോൾ നമ്മൾ വായിക്കാൻ തുടങ്ങിയ സമയത്ത് മനുഷ്യനായിരിക്കില്ല, പുതിയൊരു മനുഷ്യനായിട്ടാണ് പുസ്തകം അടച്ചു വെച്ചിട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ ദസ്തോവ്സ്കിയുടെ കൃതികൾ വായിക്കുന്ന സമയത്ത് ലോകത്ത് തന്നെ മനഃശാസ്ത്ര പഠനങ്ങൾ ഒരു ശാഖയായി വികസിച്ചിട്ടില്ലാത്ത കാലത്ത് ദസ്തോവ്സ്കി അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നടത്തിയിട്ടുള്ള മാനസിക അപഗ്രഥനങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ചിന്തകളുടെ DNA കണ്ടുപിടിച്ചിട്ടുള്ള ദസ്തോവ്സ്കിയെ വായിച്ച് നമ്മൾ ആ പുസ്തകത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും വരുന്നത്. ആ പുതിയ മനുഷ്യൻ എഴുതുന്ന കൃതി തീർച്ചയായിട്ടും പുതിയതായിട്ട് മാറും. അപ്പോൾ വായനയുടെ ഒരു അഭാവത്തിലിരുന്ന ഒരാൾ എഴുതുന്നതും വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം അതിൻ്റെ വെളിച്ചത്തിലിരുന്ന ഒരാൾ എഴുതുന്നതും രണ്ടും രണ്ട് തരത്തിലുള്ള എഴുത്താണ്. അതുകൊണ്ടാണ് മിക്കവാറും എഴുത്തുകാർക്ക് അവരുടെ പൂർവ്വസൂരികളോട് വലിയ ബഹുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഹാരൂക്കി മുറാക്കാമിയെ പോലുള്ള എഴുത്തുകാരെ വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉദാഹരണങ്ങൾ പറയുകയാണ്. എല്ലാ എഴുത്തുകാരുടെ കാര്യത്തിലും ഇതുണ്ട്. അവരുടെ പൂർവ്വഗാമികളായ എഴുത്തുകാരുടെ പരാമർശങ്ങൾ, പേരുകൾ, ദസ്തോവ്സ്കി പുഷ്കിനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ, ടോൾസ്റ്റോയിയെ പറ്റിയൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പരസ്പര പൂരകമായി തീരുന്ന വായനയിൽ നിന്നും എഴുത്തിൽ നിന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോകുന്ന അധ്യാപകരും രക്ഷിതാക്കളുമാണ് ഒരു വായനയുടെ വലിയ വാതിൽ അടച്ചു കളയുന്നത്. ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ചിലത് സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് ഒരാൾ മനുഷ്യനായി തീരുന്നത്, ഒരുപക്ഷെ എഴുത്തുകാരനായി മാറുന്നത് എന്നുള്ളൊരു വലിയ സത്യം അതിൻ്റെ തീവ്രതയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോകുന്ന രക്ഷിതാക്കളും അധ്യാപകരും വാസ്തവത്തിൽ കുട്ടികളെ ഇരുട്ടിലേക്ക് നയിക്കുക തന്നെ ആണ്. അത് ഇതിൻ്റെ ഒരു രസതന്ത്രം അവർ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് ഖേദപൂർവ്വം പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില അതീന്ദ്രിയ അനുഭവങ്ങൾ, അമാനുഷികമായ ചില തലങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ വായന തരുന്ന അത്ഭുതം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന അതും കൂടി ചേരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷിൻ്റെ വളരെ പ്രശസ്തമായ കഥ മൂന്നാമതൊരാൾ. ഈ മൂന്നാമതൊരാൾ എന്നുള്ളൊരു കഥയിൽ മൂന്നാമതൊരാളില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യക്ഷ രൂപം. എന്നാൽ ഈ കഥ വായിച്ചു പോകുന്ന ആൾക്ക് ഈ മൂന്നാമതൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ആ കഥയുടെ കേമത്തം. അപ്പോൾ നമ്മൾ വായിച്ച് കുറച്ചെത്തുമ്പോൾ മകനെയും കൂട്ടി മരിച്ചുപോയ ഭാര്യയുടെ വീട്ടിൽ പോയി മടങ്ങി വരുന്ന ഒരച്ഛൻ തൻ്റെ മകനോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ പിന്നിൽ കേൾക്കുന്ന ആ കാൽപ്പെരുമാറ്റത്തിൻ്റെ, ചരലിൽ കാലുരയുന്ന ശബ്ദത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മളിലുണ്ടാകുന്ന ഒരു കൊരുത്തിരിപ്പോ ഒരു തരം വിറയലോ എഴുത്തുകാരന് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അയാളുടെ ജീവിതത്തെ എത്ര കണ്ട് സൂക്ഷ്മമായി ആരാധിക്കുകയും വിശ്വസിക്കുകയും നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി മാഷ് തൻ്റെ അച്ഛനും മകനുമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത മൂന്നൊരാളെക്കുറിച്ച് പറയുമ്പോൾ അതില്ലാത്ത മൂന്നാമത്തെ ആളല്ല, അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ആളാണ് എന്നുള്ള ബോധം വായനക്കാരന് കിട്ടുമ്പോൾ ആ വായനക്കാരൻ ആ കഥ വായിച്ച് മടക്കി വയ്ക്കുന്നത് തൻ്റെ പിന്നിലുള്ള തൻ്റെ സഹചാരിയായിട്ടുള്ള ഏതോ ഒരാളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടായിരിക്കും. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വായിക്കുന്നതെങ്കിൽ അയാൾക്ക് ചെറുകഥയുടെ ഏറ്റവും മികച്ച ഒരു ക്രാഫ്റ്റ് പരിചയപ്പെടാൻ അവസരം കിട്ടും എന്നുള്ളതാണ്. വായിക്കാൻ ആഗ്രഹിക്കുന്ന, വായനക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മൂന്നാമതൊരാൾ എന്ന കഥ വായിക്കുന്നതെങ്കിൽ അയാൾ കൂടുതൽ പുസ്തകങ്ങളിലേക്ക് മുഴുകുവാൻ ആഗ്രഹിക്കും. കൂടുതൽ പുസ്തകങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയി ഈ കോരിത്തെരിപ്പ്, ഈ ഒരു ഉൾവിറയൽ വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങും. ഈ വായന സമ്മാനിക്കുന്നത് അതാണ്. ഒരു മികച്ച പുസ്തകം നമ്മൾ കൂർമ്പിച്ചെടുത്ത ബുദ്ധിയോടുകൂടിയിരുന്ന് വായിച്ച് തീരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പലതരം വിറയലുകളാണ് നമ്മളെ ഈ നിസ്സാര സംഭവങ്ങളിൽ വിറയ്ക്കാതെ നിൽക്കുന്ന മനുഷ്യനാക്കി മാറ്റുന്നത്. അത് എഴുത്തുകാരിലേക്ക് വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന പ്രമേയങ്ങളിൽ ഈ ദൃഢത, ഈ ബലപ്പെടുത്തൽ കൊണ്ടുവരാൻ സാധിക്കും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. അത് മൂന്നാമതൊരാളുടെ ഒരു കഥ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ.
ഇതുപോലെയുള്ള അനുഭവങ്ങൾ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോഴാണ് ഈ എഴുത്ത് ഒരാവേശമായിട്ട് മാറുക. ഇപ്പോൾ ഈ കാറ്റിൻ്റെ നിഴൽ പോലെയുള്ള പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം, നിരാശ കലർന്ന, എന്നാൽ ആ നിരാശയിൽ നിന്ന് നമ്മൾ സംഭരിക്കുന്ന ഒരു ധൈര്യം, നമുക്കും ചില മികച്ച രചനകൾ എഴുതാൻ സാധിക്കണം എന്നുള്ള ഒരു തോന്നൽ ആയിരിക്കും. അത് നമ്മളെ എത്തിക്കുന്ന ചില അന്വേഷണങ്ങൾ ഈ ഉറപ്പായിട്ടും പുസ്തകങ്ങളിലേക്കായിരിക്കും. ഈ പുസ്തകങ്ങളെ തേടുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ പരിചയപ്പെടും. ഈ വിഷയങ്ങളുടെ വൈവിധ്യത്തെ പരിചയപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ എഴുത്തിന് വൈവിധ്യം ഉണ്ടാകുന്നത്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന എഴുതുമ്പോൾ അവരവരുടെ ചുറ്റുവട്ടത്ത് നിന്നുള്ള പ്രമേയങ്ങളെയും മനുഷ്യരെയും മാത്രം വെച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും. എന്നാൽ 1960കളിൽ ഈ കേരളം ഒരു ഗതികെട്ട നാടായിട്ട് സങ്കല്പിച്ചിരുന്ന കുറേ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല, വീട്ടിൽ പട്ടിണിയാണ്, ദാരിദ്ര്യമുണ്ട്, വിവാഹപ്രായമെത്തിയ വ്യക്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് നാട് വിട്ടുപോയ ഒട്ടേറെ മനുഷ്യർ 60കളിലുണ്ടായിരുന്നു. അങ്ങനെ പുറപ്പെട്ടു പോയവരിൽ സർഗാത്മകതയുള്ള വ്യക്തികൾ നൈരാശ്യത്തോടു കൂടി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തപ്പോൾ ഉണ്ടായ കഥകൾ, ഈ കേരളത്തിൽ മാത്രം ജീവിച്ച ആളുകൾ ഈ അമ്മാവൻ്റെ മകളെ സ്നേഹിക്കുന്നതോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആയ കൊച്ചു കൊച്ചു പ്രമേയങ്ങളായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന വലിയ ആകുലതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ആ പുറപ്പെട്ടു പോകൽ അഥവാ ദേശം മാറൽ, ഈ ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് മാറുന്നത് പോലെയുള്ള ഒരു മാറ്റം സംഭവിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യർ ചിലപ്പോൾ തിരിച്ചറിയില്ല. ഇന്ന് നമുക്കങ്ങനെ പറയാൻ വയ്യ. ഇന്ന് ആവിഷ്കാരത്തിൻ്റെ അനവധി അടരുകൾ മനുഷ്യർക്കിടയിൽ ഇന്ന് ഉണ്ട്. ആവിഷ്കാരത്തിൻ്റെ അനവധി അടരുകൾ ഏതൊരാൾക്കും ഇന്ന് തൻ്റെ ഉള്ളിലുള്ള സർഗസിദ്ധി പുറത്തെടുക്കാൻ സാധിക്കും. എന്നാൽ 10-15 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇൻ്റർനെറ്റും അതുൾപ്പെടുന്ന വാർത്താവിനിമയ സൗകര്യങ്ങളും ഇത്രത്തോളം ജനകീയവും സജീവവുമാകുന്നതിന് മുമ്പ് മനുഷ്യർക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല ഒരു പാട്ട് പാടാനോ ഒരു വേഷം അഭിനയിക്കാനോ ഒരു കഥ എഴുതാനോ ഒന്നിനും. അപ്പോൾ അക്കാലത്ത് ഈ സർഗസിദ്ധി ഉണ്ടായിരുന്ന പലരും പലതും ഉള്ളിലടക്കി വെച്ച് മരിച്ച് മണ്ണിനടി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് അത് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ പഴയ കാലത്തെ ആ ഒരു വിഷമം മനസ്സിലാക്കാതെ പോകാനും പാടില്ല. അന്ന് 60കളിൽ പുറപ്പെട്ടു പോയവരിൽ ഈ സർഗസിദ്ധി ഉണ്ടായിരുന്നവർ ഇത് എഴുതി വെച്ചപ്പോൾ അത് കേരളം കണ്ട മലയാളം കണ്ട മികച്ച ചില പ്രവാസ രചനകളായും ആധുനികതയുടെ അടയാളങ്ങൾ പേറുന്ന രചനകളായിട്ടും മാറി. അത് ലോകത്തെല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളമാണ് ലോകത്ത് ആധുനികത നിന്നതെന്നാണ് സാമൂഹിക ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ആ പീരീഡിലുണ്ടായിട്ടുള്ള വ്യവസായ വിപ്ലവം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വിപ്ലവങ്ങളും സാമൂഹിക വിപ്ലവങ്ങളും മനുഷ്യജീവിതത്തെ അടിമുടി മാറ്റി തീർത്തപ്പോൾ സാഹിത്യത്തെയും അത് മാറ്റിപ്പണിതു. അതിൻ്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞ കൃതികളുടെ എല്ലാം പിറകിൽ പരസ്പര പൂരകമായ ഒരു ജീവിതമുണ്ടായിരുന്നു. പുസ്തകങ്ങൾ പേറുന്ന രാഷ്ട്രീയ വിശ്വാസമുള്ള സാമൂഹിക ബോധ്യമുള്ള വ്യക്തികളുടെയും സർഗസിദ്ധി പേറുന്ന വായന അഭിരുചിയുള്ള വ്യക്തികളുടെയും പരസ്പര ആശ്രിതത്വം, പരസ്പര സമ്മേളനം സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടായ കൃതികൾ അത്രയേറെ ലോകത്തെ മാറ്റിയതുകൊണ്ടാണ് ലോകത്തിന് ഇത്ര പെട്ടെന്ന് ഇത്ര വേഗത്തിൽ സംസ്കാര സമ്പന്നമാവാൻ കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു വശമാണ്. മറുവശത്ത് നിരർത്ഥകമായ യുദ്ധങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നു, നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീഴുന്നു, കുഞ്ഞുങ്ങളില്ലാതാകുന്നു എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം നിലനിൽക്കെ എന്താണ് നേടിയത് എന്നുള്ള ചോദ്യം മറ്റൊന്നാണ്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ പുസ്തകങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ, അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ ആർജിച്ചെടുത്ത ആ ഒരു വലിപ്പം, ആ വെളിച്ചം, അത് സമൂഹത്തെ വളരെയധികം മാറ്റിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരനെന്നുള്ള നിലയിൽ ഈ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ, ഒരു എഴുത്തുകാരനെന്നുള്ള നിലയിൽ എൻ്റെ വായനകൾ തന്നെയാണ് ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും ഒരു മികവുണ്ടെങ്കിൽ അതിനെന്നെ പ്രാപ്തനാക്കിയത്. മറിച്ച് എൻ്റേതായ എന്തെങ്കിലും ഒരു കേമത്തം അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് മുൻപേ പോയ എഴുത്തുകാർ സമൂഹത്തെയും അവനവനെ തന്നെയും വിമർശന ബുദ്ധിയ നോക്കി കണ്ടുകൊണ്ട് എഴുതിയ പഠിപ്പിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നിട്ടാണ് ചില കാര്യങ്ങൾ ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ടാഗോറിനെ പോലെയുള്ള വ്യക്തികൾ ഒരു ലൈബ്രറി നിറയ്ക്കാനും മാത്രം പോകുന്ന പുസ്തകങ്ങൾ ജീവിതകാലത്ത് എഴുതി കൂട്ടിയ ടാഗോറിനെ പോലെയുള്ള എഴുത്തുകാർ, തോമസ് മന്നിനെ പോലെയുള്ള എഴുത്തുകാർ, അവരുടെയൊക്കെ കഠിനാധ്വാനവും പ്രയത്നവും അവരവരുടെ കൃതികളിലൂടെ നിറച്ചു വെച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളുമൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വായനക്കാരനായിരിക്കാനാണ് വാസ്തവത്തിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ വായനക്കാരനില്ലെങ്കിൽ എഴുത്തുകാരനെന്ന് ഞാനില്ല.
അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും, കുറച്ച് എഴുതി ചെല്ലുമ്പോൾ എൻ്റെ കഥകൾ ബോറാകുന്നു, എനിക്ക് തന്നെ രസിക്കാതാകുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് രസിക്കുന്നില്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് അത് രസിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എഴുതുന്ന ഒരു കഥ എനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്താൽ നിങ്ങൾക്കും ബോറടിച്ചിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്നെ തിരിച്ചറിയും. എൻ്റെ പദബോധം കുറയുന്നു, പദപരിചയം ചുരുങ്ങി വരുന്നു, എൻ്റെ വിഷയങ്ങൾ വളരെ ലഘുവാകുന്നു, എൻ്റെ സാമൂഹിക വീക്ഷണം വളരെ സങ്കുചിതമാകുന്നു, എൻ്റെ രാഷ്ട്രീയ വിശ്വാസം വളരെ മലീമസമാകുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അതത് വിഷയങ്ങൾ സംബന്ധിച്ച പുസ്തകങ്ങളൊരു വായനയിലേക്ക് ഞാൻ പോകും. എന്ന് ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചാണെങ്കിലും എന്നെപ്പോലെയുള്ള എല്ലാവരും പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എഴുത്തിൽ നിൽക്കുന്നത്. ആ പോക്കിൽ നിന്ന് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു ചെറിയ തന്തു നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എഴുതുന്നതിൽ അത്രയും കാലം നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള ആശയങ്ങളുടെ ഒരു വെളിച്ചം വന്ന് വീണിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്, വായനയും എഴുത്തും. ഞാൻ ഒരു ശരാശരി എഴുത്തുകാരനായിരിക്കാം, എനിക്കതിൽ അവകാശവാദങ്ങളില്ല. പക്ഷേ ഞാനൊരു മികച്ച വായനക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു കൃതി വായിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഭാവുകത്വം അനുസരിച്ച് ആ കൃതി എനിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വായന ദുഷ്കരമാണ്. നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന പുസ്തകങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അത് വായനയുടെ വായനാ കാലത്തുള്ള ഒരു വളർച്ചയായിട്ട് തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. നമ്മൾ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു നേട്ടമാണ്, അറിവാണ് അത്. അപ്പോൾ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് എഴുത്തുകാരെ പ്രകോപിപ്പിക്കുന്ന, എഴുത്തുകാരെ അവസാനം വരെ വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വേറൊരു വെല്ലുവിളിയാണ്. കാരണം അത്തരം പുസ്തകങ്ങൾ കണ്ടെത്തി വായിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രമേയങ്ങൾ വീണ്ടും ഈ പഴഞ്ചനായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഭീതി നിൽക്കുമ്പോൾ ആ ഭീതി നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ട് വളരെ വ്യത്യസ്തമായ രചനകൾക്ക് പിന്നാലെ പോകാൻ ശ്രമിക്കും. ഇത് ഉറപ്പായിട്ടും കുറച്ച് ആളുകളിൽ നീരസം ഉണ്ടാക്കും. കാരണം നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങൾ പോലും വരണമെന്നില്ല. ഞാനും അങ്ങനെ ഒരു പട്ടികയിൽ മറ്റൊരാളുടെ മുമ്പിൽ വരാതെ പോകുന്ന ഒരാളാവാം. അതൊക്കെ ഓരോരുത്തരുടെ സെൻസിബിലിറ്റി അനുസരിച്ച് മാറും. പക്ഷേ പുതിയൊരു ദേശത്തെ, പുതിയൊരു മനുഷ്യ സംസ്കാരത്തെ അടുത്തറിയാൻ, മനസ്സിലാക്കാൻ, അതിലേക്ക് ചെല്ലാൻ ആവശ്യമാണ് വായന എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു മാനവബോധം രൂപീകരിച്ചില്ലെങ്കിൽ, ആ ഒരു മതേതരമായ സാഹോദര്യം നമ്മുടെ ഉള്ളിലുണ്ടായില്ലെങ്കിൽ നമ്മൾ എഴുതുന്ന വരികളിലെല്ലാം ഈ പരസ്പര വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ അംശങ്ങൾ കിടക്കും. അത് നല്ല വായനക്കാരത് തിരിച്ചറിയും. ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഞാൻ എഴുതുന്നതിൽ ഈ മനുഷ്യത്വ വിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ ആശയങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് വായനക്കാർ തിരിച്ചറിയും, അവരെന്നെ തിരിച്ചറിയും, അവർ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളതിലൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു വ്യക്തത ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ, ഒരു മതേതരമായ മാനവികതയിലൂന്നിയ കാരുണ്യവും നന്മയും തിരിച്ചറിയാൻ സാധിക്കുന്ന സെൻസറുകളുള്ള ഒരു മനുഷ്യനായി മാറണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തതകളെ പരിചയപ്പെടണം. ഈ വ്യത്യസ്തതകൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് ലൈബ്രറികളാണ്. ലൈബ്രറികളല്ലാതെ മറ്റൊന്നുമല്ല. ലൈബ്രറി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു കേവലം വായനശാലയല്ല. സിനിമകൾ, പുസ്തകങ്ങൾ, യാത്രകൾ, അതൊക്കെ കൂടി ചേരുന്ന ഒരു ശാല എന്നുള്ള അർത്ഥത്തിൽ വിപുലമായിട്ട് മനസ്സിലാക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിപ്പോകും. ആ ചുരുക്കത്തെ അങ്ങനെ ചുരുങ്ങി പോകാൻ സ്വയം അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു കർത്തവ്യം. അത് പാലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എഴുത്ത് നന്നാവുന്നത്, തീർച്ചയായിട്ടും ജീവിതവും നന്നാവുന്നത്. എനിക്ക് ഈ മുമ്പ് പറഞ്ഞാൽ ഈ വിഷയം ഒരു വിപുലമായ വിഷയമാണ്. ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം എഴുത്തനുഭവങ്ങളോ പ്രമേയങ്ങളോ ചേർത്ത് പറഞ്ഞുകൊണ്ടൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രത്യേകിച്ചും ഞാൻ എഴുതിയ കാര്യത്തെക്കുറിച്ച് പറയാനുള്ള എൻ്റെ ഒരു മടിയും തന്നെയാണ് അതിൻ്റെ പുറകിലുള്ളൊരു കാരണം. അതേസമയത്ത് പുസ്തകങ്ങളെക്കുറിച്ച് പറയാൻ ഉണ്ട്, പക്ഷേ അത് സമയം അനുവദിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ളൊരു താരതമ്യത്തിന് മുതിരുന്നില്ല. എന്നെ കേട്ടുനിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഒരു ആമുഖമായി മാത്രം പരിഗണിച്ചാൽ മതിയെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാർ, എൻ്റെ പേര് അജിത് സുന്ദർജി എന്നാണ്. ഞാൻ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ മനസ്സിലാക്കി പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി നമുക്ക് പല നേട്ടങ്ങൾ, അതായത് പുതിയ ആശയങ്ങൾ,
അതായത് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ നമ്മൾ മാത്രമല്ല, ആ പുസ്തകം രചിച്ച ആളും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും, ആ ഓഥറും ആ പുസ്തകം രചിച്ചു. അതുപോലെ ഒരു പുസ്തകം എഴുതുന്ന ആൾക്ക് ആളെപ്പോലെ തന്നെയാണ് അത് വായിക്കുന്ന ആൾക്കും. രണ്ടുപേർക്കും തുല്യ ഇത് ഒരാൾക്ക് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ വായിക്കുന്ന ആൾ മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഇതായിരിക്കും. ഒരാൾ എഴുതുമ്പോൾ അയാളുടെ നിന്നും വളരെ വ്യത്യാസമായി വായിക്കുന്ന ആൾ അത് മനസ്സിലാക്കുന്നു. രണ്ടിനും വ്യത്യാസം ഉണ്ടാവില്ലേ? അതുപോലെ പുസ്തകങ്ങൾ, ഒരു പുസ്തകം, ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ചെറുകഥ, അത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക എല്ലാം വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ എഴുത്തുകാരൻ പുസ്തകം രചിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് ഒന്ന് വിശദീകരിക്കാമോ? ഈ ജീവിക്കുന്ന ദേശവും സമൂഹവുമായിട്ട് എഴുത്തുകാർക്കൊരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ആ ബന്ധം അവരുടെ കൃതികളിൽ പ്രതിഫലിക്കും. എന്നാൽ അത് മനഃപൂർവ്വം ചെയ്യണമെന്നില്ല. സാഹിത്യരചന അല്ലെങ്കിൽ സാഹിത്യം എന്നുള്ളത് എപ്പോഴും കലാത്മകമാകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കതിൽ വിയോജിപ്പുകളുള്ളവരുണ്ടാവാം, യോജിക്കുന്നവരുണ്ടാവാം. കലാത്മകമാകണം സാഹിത്യം. കലാത്മകമായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളെയും സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ജാതി മതം തുടങ്ങുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാം. നേരെ മറിച്ച് അത് ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സാഹിത്യത്തിൻ്റെ അതിലെ സാഹിത്യഗുണം താഴേക്ക് പോവുകയും അതിലെ പ്രകടനപരത അഥവാ അതിലെ ആശയപ്രചാരണം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിലേക്ക് വരികയും ചെയ്യും. അത് എത്രത്തോളം ആ കൃതിയെ കാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യത്തിൽ ആലോചിക്കണം. എന്നാൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ചരിത്രം ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് രചനകൾ, കല തീർച്ചയായിട്ടും അങ്ങനെ ആവുകയും വേണം. ഉദാഹരണം കേരളത്തിൽ തന്നെ, കേരളത്തിൽ 1930കളിൽ 40കൾ 50കളിൽ ആരംഭിച്ച ഈ ഇപ്പം അതിനു മുമ്പ് നവോത്ഥാന കാലം മുതൽ പാകപ്പെട്ട് കിടന്ന കേരളത്തിൻ്റെ മണ്ണിനെ ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ഉണർത്തിയെടുത്തതിൽ ഇന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ആക്കിയെടുക്കുന്നതിലൊരു വലിയ പങ്ക് ഈ 40കളിലും 50കളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കഥാപ്രസംഗങ്ങൾക്കും നാടകങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കല ആശയപ്രചരണത്തിന് വേണ്ടിയുമാവാം, പക്ഷെ മറിച്ച് അത് ചില ചരിത്ര സന്ദർഭങ്ങളിൽ മാത്രമേ അതിനൊരു സാങ്കത്യമുള്ളൂ. മറിച്ച് സാഹിത്യം എപ്പോഴും അല്ലെങ്കിൽ കല എപ്പോഴും കലാത്മകമായി തന്നെ അത് മനുഷ്യരുടെ ഇടയിലേക്ക് എത്തണമെന്നുള്ളതാണ് എൻ്റെ അതിലുള്ള അഭിപ്രായം. സർ, താങ്കൾ സിനിമാ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ദ്വന്ദ്വ വ്യക്തിത്വമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, എങ്ങനെയാണ് ഫിക്ഷനും സിനിമ ഷെനേറിയോയും അല്ലെങ്കിൽ തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം? കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സിനിമ ഈസ് എ മെക്കനൈസ്ഡ് മ്യൂസ് എന്നാണ് അമേരിക്കൻ ക്രിറ്റിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് യന്ത്രവൽക്കരിച്ച കാവ്യദേവത. അതാണോ താങ്കളുടെ ഫിക്ഷനിലും സിനിമയിലും അതേ ഡെഫിനിഷനാണോ ബാധകം? അല്ല, ഇത് രണ്ടും രണ്ട് മീഡിയമാണ്. രണ്ട് മീഡിയം. അതിനങ്ങനെ ഒരു പൂർണ്ണമായ നിർവചനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇത് വലിയ വിഷയവുമാണ്. ചുരുക്കി പറയാം, ഒരു തിരക്കഥ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ രീതികളെല്ലാം മാറി മറിയും. തിരക്കഥയുടെ സ്വഭാവം മാറി മറിയും. ഇതൊരു കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നുവോ നോൺ കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നുവോ, ഇത് അങ്ങനെയൊക്കെയുള്ള പല പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഒരു സാഹിത്യ സൃഷ്ടിയെ സിനിമയെന്ന അല്ലെങ്കിൽ നാടകമെന്ന ഏതൊരു മാധ്യമത്തിലേക്കും പരിവർത്തിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. തിയറി മറ്റ് കാര്യങ്ങളൊക്കെ പ്രകടമാകുന്നത് അത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മാറുന്നു എന്നുള്ളിടത്താണ്. ഞാനിതിനെ കാണുന്നത് രണ്ടും രണ്ടായിട്ടാണ്. പിന്നെ സിനിമ എൻ്റെ ഒരു സെക്കൻഡറി ത്രിൽ പോലുമല്ല, വളരെ യാദൃശികമായിട്ട് അതിലേക്ക് വരികയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രൈമറി ത്രിൽ ഞാൻ അന്നും ഇന്നും എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ലിറ്ററേച്ചറിലാണ്. സാർ, ചെറിയൊരു ചോദ്യം. നമ്മളിപ്പോൾ സാർ പറഞ്ഞല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നവരൊക്കെ വായനക്കാരാണ്, പെട്ടെന്ന് ചുരുക്കാണ്. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുന്നത് യഥാർത്ഥത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുസ്തകം വായിച്ച് ഗ്രാജ്വലി നമ്മളൊരു എഴുത്തിലേക്ക് നമ്മൾ ഇരിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്? സാറ് കാരണം സംസാരത്തിൽ പറഞ്ഞിരുന്നു സാറ് എഴുത്ത് മുട്ടുമ്പോഴാണ് വായിച്ചു തുടങ്ങുന്നതെന്ന്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നല്ല വായനക്കാരാണ്, പക്ഷെ എഴുതാൻ ഇതുവരെ തോന്നിയിട്ടില്ല. കുറേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എഴുതുന്നുണ്ട്, നമ്മളെല്ലാവരും എഴുതുന്നുണ്ട്. നമ്മുടെ എഴുത്ത് നമ്മുടെ മനസ്സിലാണ്. ഏത് വിഷയവും നമ്മൾ ഫീൽ ചെയ്ത ഏത് വിഷയവും നമ്മൾ നമ്മുടെ മനസ്സിൽ നിരന്തരം പറയുന്നുണ്ട് എല്ലാ വ്യക്തികളും. ആ പറച്ചിൽ എഴുതി വെച്ചാൽ സാഹിത്യമായി. പലരും അതിന് മെനക്കെടുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സിനെ മഥിച്ച അനുഭവങ്ങൾ വേറൊരാളോട് ഷെയർ ചെയ്യും, അത് സാഹിത്യമാണത്.
അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആ അനുഭവപ്പെട്ട ആ വിഷയത്തിൽ പങ്കാളിത്തമുള്ള ആളുകളുടെ ശബ്ദവും രൂപഭാവങ്ങളൊക്കെ അനുകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയും. അത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മളൊരു കാര്യം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിങ് ലിറ്ററേച്ചറാണ്. പക്ഷേ നമ്മളത് എഴുതി വെക്കാത്തതുകൊണ്ട് അതിനൊരു ലിഖിത രൂപം വരുന്നില്ലെന്നേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകൾ അതിന് മുതിരും. ആ മുതിരുന്നവർ അതിൽ ഉറച്ചു നിൽക്കും, അതിൽ പഠിക്കും, അതിൻ്റെ ക്രാഫ്റ്റ് രൂപപ്പെടുത്തും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് നിങ്ങൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ലിറ്ററേച്ചറായിട്ട് മാറും. എല്ലാവരും എഴുത്തുകാരാണ്. ശ്രമിച്ചാൽ എല്ലാ വായനയും എഴുത്തിലേക്ക് നയിക്കുന്നതാണ്.